നമസ്തേ. കുഞ്ഞുങ്ങൾക്കിടാൻ പറ്റിയ പേര് വല്ലതും ഉണ്ടോ കയ്യിൽ? ആൾക്കാർ കേട്ടാൽ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് ചോദ്യം. കുഞ്ഞുങ്ങൾക്കിടാനുള്ള പേരന്വേഷിച്ച് എവിടെയും പോകണ്ട. നിങ്ങൾ ഭാഗവതത്തിലോ ഭാരതത്തിലോ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമത്തിൽ ആൺകുട്ടികൾക്കുള്ള അനവധി പേരുകളുണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ പെൺകുഞ്ഞുങ്ങൾക്കുള്ള അനവധി ഐശ്വര്യകരമായ പേരുകളുണ്ട്. പിന്നെ എന്തിനാ അന്വേഷിക്കുന്നത്? ഒരു പക്ഷേ കേശവൻ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മഹേശ്വരൻ എന്ന് കേൾക്കുമ്പോൾ ഇത് പിന്തിരിപ്പനാണോ ആറ് പഴഞ്ചനാണോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യണം? കേശവൻ എന്ന് രണ്ടാന്നേ കേശവ്. ഇനി കെ എന്ന് പറയുന്നത് ആൽഫാബറ്റിക് ഓർഡറിൽ വരുമ്പോൾ അത് പുറകിൽ പോയി എൻ്റെ മോൻ പുറലത്തെ ബെഞ്ചിൽ ഇരിക്കണമെന്ന് തോന്നുന്നെങ്കിൽ ആദികേശവ് ആക്കിക്കൊള്ളൂ. അപ്പോൾ എ വന്നില്ലേ? അല്ലെങ്കിൽ ശ്രീകേശവ്. ഇങ്ങനെ കാലാനുസൃതമായ മാറ്റങ്ങളൊക്കെ വരുത്താം. ഒരുപാട് മാറ്റമൊന്നും വരുത്തരുതെന്നേ ഉള്ളൂ. മഹേശ്വരൻ എന്ന് വിളിക്കണ്ട. വിശ്വനാഥ് ആയിക്കോട്ടെ, എന്താ കുഴപ്പം? നല്ല പേരല്ലേ. ഗൗരി എന്താ നല്ല പേരല്ലേ. അതുപോലെ തന്നെ ദുർഗ, ഭദ്ര, ഇനി ശ്രീഭദ്ര എത്ര ഐശ്വര്യകരമായ പേരാണ്. അച്യുതൻ, അയ്യോ അത് പഴഞ്ഞ പേരായില്ലേ. അച്യുത് എന്നാക്കിക്കോളൂ. ചുതിയില്ലാത്തവൻ, ശോഷണമില്ലാത്തവൻ, നാശമില്ലാത്തവൻ. അതുപോലെ തന്നെ വിഷ്ണു, സ്കന്ദൻ, സുബ്രഹ്മണ്യൻ. ഇനിയും പെൺകുഞ്ഞുങ്ങളുടെ നാമധേയമാണെങ്കിൽ രമ്യ, ധന്യ, അമൃത, ഗൗരി, മാലിനി, മേധ, ശ്രുതി, കീർത്തി, തുളസി, തുലനം ചെയ്യാനില്ലാത്തതും അതുല്യമായതും ഏതൊന്നും ഇത്യാദി ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഓരോ പദങ്ങൾക്കും. പിന്നീട് നമുക്കത് അറിയുവാൻ ശ്രമിക്കാം. തൽക്കാലം പേരുകൾ മാത്രം സൂചിപ്പിച്ചു പോകുന്നു. ശ്രീറാം, രാമൻ എന്ന് വിളിക്കണ്ടാന്നേ. രാമൻ പഴഞ്ഞനെന്ന് തോന്നുന്നുവെങ്കിൽ ശ്രീറാം എന്നാക്കിക്കോളൂ. എന്താ കുഴപ്പം? ഈ കാലവുമായി പൊരുത്തപ്പെട്ടു പോകുന്ന പേരല്ലേ അതും. അതുപോലെ തന്നെ ലക്ഷ്മൺ, പിന്നെയോ ഭരതൻ എന്ന് വേണ്ട, ഭരതാക്കിക്കോളൂ. ആദിദേവ്, ആദികേശവ്, ഐശ്വര്യദായകവും ഈശ്വരത്വം നിറഞ്ഞതുമായ അനവധി നാമങ്ങൾ ആൺകുട്ടികൾക്കാകട്ടെ പെൺകുട്ടികൾക്കാകട്ടെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പ്രിയപ്പെട്ട മിത്രങ്ങളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. നമ്മുടെ മഹാഭാരതത്തിൽ നിന്ന്, ഭാഗവതത്തിൽ നിന്ന്, രാമായണത്തിൽ നിന്ന്, അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമത്തിൽ നിന്ന് പെൺകുട്ടികൾക്ക് പറ്റിയ ഐശ്വര്യകരമായ അനവധി നാമങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താം. വിഷ്ണു സഹസ്രനാമത്തിൽ നിന്ന് ആൺകുഞ്ഞുങ്ങൾക്ക് ഇടുവാൻ കഴിയുന്ന ഐശ്വര്യദായകവും ഊർജ്ജമത്തായതുമായ അനേകം നാമങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താം. ഉദാഹരണത്തിന് ആനന്ദ്, അഭിനന്ദ്, ലോകനാഥ്, സൂര്യ, പരമേശ്വർ, ശിവ, അർജുൻ, സുദർശൻ, ഇന്ദ്രജിത്ത്, ഭരത്, നകുൽ, സഹദേവൻ, അമൃത, ധന്യ, രമ്യ, ദേവി, ഭദ്ര, ശ്രീഭദ്ര, സുഭദ്ര, ലക്ഷണ, ശ്രുതി, വിദ്യ, മേധ. ഇനി മേധയെ കുറെ കൂടി നിങ്ങൾക്ക് പരിഷ്കരിക്കാം. ശ്രീമേധ, അമേയ, ഉമ, ഗൗരി, ശ്രീഗൗരി, പാർവതി, ശ്രീപാർവതി, ലോപമുദ്ര, അഹല്യ, മഹേശ്വരി, അനഘ, സുലക്ഷണ. രാമായണത്തിൽ നിന്നെടുത്താൽ സീത, ഊർമിള, ശ്രുതികീർത്തി, അനസൂയ, താര. ഇങ്ങനെ അനവധിയായിട്ടുള്ള നാമങ്ങൾ നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ തന്നെ ലഭ്യമാണ്. ഇവിടെ ഒരു പേരിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത്? ആ പേരിന് ഒരു അർത്ഥമുണ്ടാകണം. ആ അർത്ഥം ആ പേരിന്റെ ഉടമയായ കുട്ടിയെ കുട്ടിക്കാലം മുതലേ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും വേണം. ഉണ്ണി അല്ലെങ്കിൽ മകളെ, നിനക്ക് ഈ പേര് ഞാനും നിന്റെ അച്ഛനും അല്ലെങ്കിൽ ഞാനും നിന്റെ അമ്മയും ഇടുവാനുള്ള കാരണം നീ ഈ തലത്തിലേക്ക് മാറണം. ആ ഒരു ഇച്ഛ ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ്. നിനക്ക് തീർച്ചയായും ആ തലത്തിലേക്ക് മാറാൻ കഴിയും എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ആ പേരിന്റെ അർത്ഥം. അടുത്ത കാലത്ത് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുവാൻ ഇടയായി. അബദ്ധത്തിന് ആ കുട്ടിയോട് ചോദിച്ചു, മോളെ പേരെന്താണെന്ന്. ഉടൻ തന്നെ വന്നു ഉത്തരം റിസോർട്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ റിസോർട്ട് എന്ന് ആദ്യമായി കേൾക്കുകയായിരുന്നു. എങ്ങനെയാണ് മകനെ പേര് വന്നത് എന്ന് ചോദിച്ചപ്പോൾ രേവതി എന്ന അമ്മയുടെയും സന്തോഷിന്റെ അവസാനത്തെ അക്ഷരം കൂടെ ചേർത്താണ് അത്ര റിസോർട്ട് എന്നാക്കിയത്. നോക്കൂ, ഇത്തരത്തിലുള്ള പേരിടിയിൽ ഗുണമാണോ ദോഷമാണോ എന്നൊന്ന് ചിന്തിക്കേണ്ടതല്ലേ? ഒരു പേര് ഇടുമ്പോൾ ആ പേരിനൊരു കാമ്പുണ്ടാകണം, കഴമ്പുണ്ടാകണം. പണ്ട് നമ്മുടെ പൂർവികർ ഈശ്വരനാമങ്ങളെയാണ് പേരിട്ടത്. കാരണം അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ പേര് വിളിക്കുമ്പോൾ എൻ്റെ പുത്രൻ വിളി കേൾക്കണം അല്ലെങ്കിൽ പുത്രി വിളി കേൾക്കണം. ഇനിയും ആ പേരിന്റെ ഉടമയായ പുത്രനോ പുത്രിയോ വിളി കേട്ടില്ലെങ്കിലും ഒരുപക്ഷെ പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയുടെ നാമം ഈശ്വരയുടെ ആയിരിക്കും, ഈശ്വരെങ്കിലും ഓടിയെത്തും. ആൺകുട്ടിയുടെ നാമമാണെങ്കിൽ ഈശ്വരന്റെ ആയിരിക്കും. അതുകൊണ്ട് എൻ്റെ മകൻ വിളി കേട്ടില്ല എങ്കിലും ഈശ്വരൻ ഓടിയെത്തും. ഇന്ന് ആ ചിന്തയൊക്കെ സമൂഹത്തിൽ നിന്ന് അന്യമായി മാറി. തന്നെയുമല്ല, അതെല്ലാം അപരിഷ്കൃതമായി മാറുകയും ചെയ്തു. ഏതായാലും ഒരു പേര് നിങ്ങൾ കൊടുക്കുമ്പോൾ അത് പുരാണത്തിലെ പേരാകട്ടെ എവിടുത്തെ പേരുമായിക്കോട്ടെ, ഒരു പേര് കൊടുക്കുമ്പോൾ അതിനൊരു അർത്ഥമുണ്ടാകണം. അർജുനൻ, ആർജവത്തിന്റെ പ്രതീകം. കൃഷ്ണ, ഏവരെയും ആകർഷിക്കുന്നത്, ആദരണീയനായി മാറുന്നത് എന്ന തലമൊക്കെയാണ് അതിന്റെ അർത്ഥതലങ്ങൾ. അതുപോലെ തന്നെ സുഭദ്ര, സർവ്വവിധമായ ഐശ്വര്യത്തെയും
മംഗളകരമായ തലത്തെയും പ്രദാനം ചെയ്യുന്നവൾ, മഹാലക്ഷ്മി, ഐശ്വര്യത്തിന്റെ മൂർത്തിമത് ഭാവം, ശ്രീലക്ഷ്മി ഇത്യാദിയുള്ള നാമങ്ങൾ നമ്മൾ നിരന്തരം അറിഞ്ഞോ അറിയാതെയോ ഒരു ദിനം തന്നെ പലപ്പോഴും വിളിക്കുന്നത് സന്തതിയാണെങ്കിലും അത് സർവേശ്വരന്റെയോ സർവേശ്വരിയുടെ നാമം കൂടിയാണെങ്കിൽ ഇരട്ടിയായിരിക്കും ഫലം. അതുകൊണ്ട് ഈ അർത്ഥതലങ്ങളെ ഉൾക്കൊള്ളുന്ന തലത്തിലേക്ക് എത്താൻ ശ്രമിച്ചില്ല എങ്കിലും കുട്ടികൾക്ക് ഏത് പേര് നൽകിക്കൊള്ളൂ, വിരോധമൊന്നുമില്ല. പക്ഷെ ആ പേര് നൽകുമ്പോൾ അതിനൊരർത്ഥം ഉണ്ടാകണം. ആ അർത്ഥം കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇല്ല എങ്കിൽ നേരെ വിപരീതമായ ഫലമായിരിക്കും ഉണ്ടാകുന്നത്. പുരാണത്തിൽ ഒരു കഥാപാത്രത്തിന്റെ പേര് പറയുന്നുണ്ട്. ഏറ്റവും ശക്തനും ദുഷ്ടനുമായ ഒരു അസുരൻ ഹിരണ്യം എന്നാൽ സ്വർണം, സ്വർണം സമം സമ്പത്ത്. കാരണം എൻ്റെ കയ്യിൽ സ്വർണ്ണമുണ്ട്, പക്ഷെ ധനമില്ലെങ്കിൽ ഞാൻ ഈ സ്വർണ്ണം എവിടെയെങ്കിലും കൊണ്ട് പണയം വെച്ചാൽ അതിന് തുല്യമായ പണം എനിക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ സ്വർണം എന്നത് സമ്പത്തിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഹിരണ്യം സമം സ്വർണം, സ്വർണം സമം സമ്പത്ത്. അക്ഷി എന്നാൽ കണ്ണുകൾ. ഒരുപക്ഷെ ഈ പദം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഹിരണ്യാക്ഷൻ എന്ന് പറയുമ്പോൾ സ്വർണ്ണത്താൽ കണ്ണുള്ളവൻ എന്നാണ്. അല്ല, അതിന്റെ അർത്ഥം അതേ അല്ല. സ്വർണത്തിൽ കണ്ണുള്ളവൻ, മറ്റുള്ളവരുടെ ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും കണ്ടുകൊണ്ട് അസൂയാലുവായി മാറുന്നവൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും ഇല്ലാതാക്കാൻ ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്ന് ചിന്തിക്കുന്നവനെ വിളിക്കുന്ന പേരാണ് ഹിരണ്യാക്ഷൻ. ഇങ്ങേർക്ക് ഒരു സഹോദരനുണ്ട്. ഇദ്ദേഹത്തിന്റെ പേരാണ് ഹിരണ്യകശിപു. ഹിരണ്യം സമം സ്വർണം, സ്വർണം സമം സമ്പത്ത്. കശിപു എന്ന് പറഞ്ഞാൽ നമ്മൾ തലവെക്കാൻ ഉപയോഗിക്കുന്ന തലയാണയാണ് അത്രയും. അപ്പോ ഈ പേര് കേൾക്കുമ്പോൾ തോന്നും സ്വർണത്തിൽ തലവെച്ച് കിടക്കുന്നവൻ. ഇപ്പൊ സ്വർണത്തിൽ ഒരിക്കലും തലവെച്ച് കിടക്കാൻ കഴിയില്ല, കാരണം അത് വളരെ കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ്, സുഖം കിട്ടില്ല. തലയാണയാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിരിക്കണം. അപ്പൊ പിന്നെ എന്താ ഇങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം? സ്വർണത്തിൽ തലവെച്ച് കിടക്കുന്നവനെന്നല്ല, ഹിരണ്യം സമം സ്വർണം, സ്വർണം സമം സമ്പത്ത്. ഈ തലയാണ നമ്മൾക്കറിയാം. തലയാണ എന്നത് തല വെക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. തല വെക്കുന്നതോടുകൂടി തലയാണയുടെ നിയന്ത്രണം തലയുടെ അധീനതയിലേക്ക് എത്തും. വ്യക്തമായും ലളിതമായും പറഞ്ഞാൽ തലയാണ എപ്രകാരമാണോ തൻ്റെ തലയ്ക്ക് അധീനമാകുന്നത് അപ്രകാരം തൻ്റെ ചുറ്റുപാടും തൻ്റെ പരിസരത്തും തൻ്റെ അറിവിലുമുള്ള എല്ലാവരുടെയും ഐശ്വര്യം തൻ്റെ നിയന്ത്രണത്തിലാകണം, തൻ്റെ പരിധിയിലാകണം, തനിക്ക് മാത്രമാകണം എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവനെ വിളിച്ച പേരാണ് ഹിരണ്യകശിപു. അപ്പോൾ ഈ പേരിലൊക്കെ ഇങ്ങനെയും അർത്ഥങ്ങളുണ്ട്, അർത്ഥതലങ്ങളുണ്ട് എന്ന് അറിയാൻ വേണ്ടി ഒന്ന് സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഒരു പേര് കുട്ടിക്കിടുമ്പോൾ ആ പേര് പറഞ്ഞു കൊടുക്കണം, മകനെ നിനക്ക് ഈ പേരിട്ടത് മാധവ്. മാധവ് എന്നിടാനുള്ള കാരണം സമസ്ത വ്യക്തികളുടെയും ജീവജാലങ്ങളുടെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയും എല്ലാം ഉന്നമനത്തിനായി നീ പ്രവർത്തിക്കണം. ഏവർക്കും നീ പ്രിയങ്കരനായി മാറണം. ഏവർക്കും നീ ആശ്രയം കൊടുക്കുന്നവനാകണം. അല്ലെങ്കിൽ നീ ഭദ്രയാകുന്നു, നീ ദുർഗയാകുന്നു. ദുർഗ എന്നത് ശക്തിയുടെ മൂർത്തിമത് ഭാവമാണ്. നിനക്ക് സമസ്ത ജീവജാലങ്ങളെ സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും കഴിയും. ആ തലത്തിലേക്ക് നീ ഉയരണം. അധാർമികത എന്നൊന്നും നിന്നിൽ ഉണ്ടാകുവാനേ പാടില്ല. സ്നേഹമായിരിക്കണം നിന്റെ ഏറ്റവും ഉത്തമമായ സമ്പത്ത്. ധർമ്മമായിരിക്കണം നിന്റെ ഏറ്റവും ഉത്തമമായ സമ്പത്ത്. ഇത്യാദി കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു നാമമാണ് അവർക്ക് നൽകുന്നതെങ്കിൽ യാതൊരു സംശയവുമില്ല, ഈശ്വര കടാക്ഷവും ലഭിക്കും. അവർ ഐശ്വര്യത്തിന്റെ മൂർത്തിമത് ഭാവങ്ങളായി മാറും. വകതിരിവുള്ളവരായിരിക്കും. നേരായ മാർഗത്തിലൂടെ ചരിക്കുന്നവരായിരിക്കും. അധർമ്മത്തെയും അനീതിയെയും ശക്തിയുക്തം എതിർക്കാനുള്ള കഴിവ് അവരാർജിച്ചിരിക്കും. അതിനുള്ള ഒരു അവസരം കൂടിയാണ് ഓരോ നാമവും അവർക്ക് നൽകേണ്ടത്. അത്തരത്തിലുള്ള നാമങ്ങൾ അവർക്ക് കൊടുക്കുവാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഒരാവേശത്തിന് അച്ഛന്റെ അക്ഷരവും അമ്മയുടെ അക്ഷരവും തറവാടിന്റെ അക്ഷരമൊക്കെ ഇട്ടാൽ മറ്റാർക്കുമില്ലാത്ത പേരാണ് എൻ്റെ മോനെന്ന് അഭിമാനിക്കാം. പക്ഷേ അതിൽ എന്തർത്ഥമാണുള്ളത്? ആ പേരിൻ്റെ എന്ത് തലമാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്? അതിലൂടെ ആ കുട്ടിക്ക് എന്തായിരിക്കും ഗുണം എത്തുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ തീർച്ചയായും അതിൽ നിന്ന് മാറുവാൻ നമ്മൾക്ക് കഴിയും. അതുകൊണ്ട് നാമം ഏത് വേണമെങ്കിലും ഇട്ടുള്ളൂ, അതിന് ഒരർത്ഥമുണ്ടായിരിക്കണം, ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യം കുഞ്ഞുങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക കൂടി ചെയ്താൽ തീർച്ചയായും കേവലം ഒരു ചടങ്ങ് മാത്രമായി മാറില്ല പേരിടിൽ. ആജീവനാന്തകാലം അഭിമാനത്തോടു കൂടി സ്വന്തം മാതാപിതാക്കളെ സ്മരിക്കത്തക്ക തലത്തിലേക്ക് അവരെ ഉയർത്താം. പല പുതുതലമുറയിലെ പല കുഞ്ഞുങ്ങളും പറയുന്നത് ഈ പേരാണോ എനിക്കിട്ടത്, ഈ പേരാണോ ഇട്ടത്, അച്ഛനെയും അമ്മയും പരുഷം പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള അവസ്ഥ നമ്മൾക്കും ഉണ്ടാകാതിരിക്കട്ടെ. കാലത്തിനെ ഒരിച്ചതും ഐശ്വര്യപ്രദവുമായ നാമം കുട്ടികൾക്കായി നൽകുവാൻ ശ്രമിക്കൂ. ഇതിലൂടെ അവരെ ഉന്നതിയിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമം നടത്തും. തീർച്ചയായും അവരേവരും നമ്മളുടെ അഭിമാന സ്തംഭങ്ങളായി മാറും. മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ പ്രിയ മിത്രങ്ങളെ ഏവർക്കും നമസ്കാരം. ഹരി ഓം.